ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ നമുക്കൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സജ്ജമാണ്. ശ്രീമതി ശശികല ടീച്ചർ, ഈ അയ്യപ്പ സംഗമം എന്ന പേരിൽ പമ്പയിൽ സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയ ഈ ഒരു ധൂർത്ത് സംഗമത്തെ പറ്റി നമ്മൾ ധാരാളം ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ അതിൻ്റെ കണക്കുകൾ, അതായത് സർക്കാർ നൽകുന്ന ഈ ചെലവ് കണക്കുകളുടെ ഒരു ലിസ്റ്റാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. അതിൽ 5 കോടി രൂപയാണ് ഈ സംഗമത്തിനായി ദേവസ്വം ബോർഡ് പമ്പയിൽ ചെലവഴിച്ചതെന്ന് സംബന്ധിച്ചുള്ള വിവരം ലഭിക്കുന്നു. PR വർക്കിന് മാത്രമായി 25 ലക്ഷം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ സംഗമത്തെ ടീച്ചർ വിലയിരുത്തുന്നത്? ഇത് ശുദ്ധ തല്ലുകൊള്ളിത്തരം അവിടെ ചെയ്ത് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല. കാരണം അയ്യപ്പന്മാര് സംഗമിക്കാൻ കോടികളൊന്നും വേണ്ട. ഇനിയിപ്പോ നാളെ പിന്നെ മണ്ഡല തുടക്കം കുറിക്കുകയാണ്. ആരും ക്ഷണിച്ചിട്ടോ ആരും അവർക്ക് മറ്റേ ശീതീകരിച്ച പന്തലൊരുക്കി കൊടുത്തിട്ടോ ആർക്കും പഴയിടത്തിന്റെ സദ്യ ഒരുക്കി കൊടുത്തിട്ടോ ഒന്നും അല്ല ജനലക്ഷങ്ങൾ ശബരിമലയിലേക്ക് ഇറങ്ങി വരുന്നത്. കേവലം ശബരിമലയിൽ മാത്രമല്ല, എവിടെയൊക്കെ ഈ അയ്യപ്പനുമായി ബന്ധപ്പെട്ട വിശ്വാസികളുണ്ടോ അവിടെയെല്ലാം ഒരുമിച്ച് കൂടിയാണ് ആളുകൾ. അതൊന്നും ആരുടെയും ക്ഷണം അനുസരിച്ചല്ല. അപ്പൊ വളരെ അഹങ്കാരമാണ് കാണിച്ചത്. ഭക്തരുടെ പണം എടുത്തുകൊണ്ട് AKG സെന്ററിന് പണം വെച്ചത് CPM പാർട്ടി ഫണ്ട് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആർക്കും ആക്ഷേപമില്ല. അവർക്ക് നടത്താമായിരുന്നു. പാർട്ടി ഫണ്ട് എടുത്തുകൊണ്ട് അയ്യപ്പന്മാരെ മറ്റാരെങ്കിലും വേണമെങ്കിൽ അവർക്ക് സംഘടിപ്പിക്കാമായിരുന്നു. പക്ഷെ ഇത് ഭക്തന്റെ പണം എടുത്തിട്ടാണ് ഇതുപോലൊരു തെമ്മാറ്റം. എന്തിനു വേണ്ടിയായിരുന്നു? ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്ത് ഗുണം ചെയ്യാൻ വേണ്ടിയായിരുന്നു? സ്പോൺസർമാരെ കണ്ടെത്താനോ? സ്പോൺസർമാരെ കണ്ടെത്താൻ ഇതൊന്നും വേണ്ടല്ലോ. ഇന്നൊരു വർക്ക് നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയുമായി സന്നിധാനത്ത് ആളുകൾ പറന്നു വരുമല്ലോ. ചെയ്യാനൊരു അവസരം കാത്താണ് ഇരിക്കുന്നത്. ഇനി ആർക്കും മടി തോന്നി യുവമാരെ അത് കട്ടുകൊണ്ട് പോകും എന്നുള്ളത് ചെറിയ മടി ഒഴിച്ചാൽ സ്വന്തം വരുമാനത്തിന്റെ സിംഹഭാഗം എടുത്ത് അയ്യപ്പസ്വാമിയുടെ ആ സന്നിധാനത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ ഇവിടെ ഭക്തർ തയ്യാറാണ്. അതിന് ഇവർ ആഗോള അയ്യപ്പ സംഘമോ അല്ലെങ്കിൽ നിക്ഷേപ സംഘമോ ഒന്നും സംഘടിപ്പിക്കണ്ട. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ പലിശയടക്കം ഈ ഇതിന്റെ സംഘാടകരിൽ നിന്ന് ആരാണോ ഈ തെമ്മാടിത്തം ചെയ്തത് അവരുടെ കയ്യിൽ നിന്ന് പലിശയടക്കം വ്യക്തിപരമായിട്ട് തന്നെ പലിശയടക്കം അത് തിരിച്ച് ദിവസത്തിലേക്ക് അടപ്പിക്കാനുള്ള ശേഷി ഇവിടുത്തെ ഭക്തർക്കുണ്ടെങ്കിൽ ഇനി മുതൽ ഇതുപോലൊരു തെമ്മാടിത്തരം നടത്തില്ല. പമ്പയിൽ ചെല്ലുന്നവർക്ക് മര്യാദത്തിന്റെ വിധി വെക്കാനോ ഒന്ന് മൂത്രം വയ്ക്കാനോ ഇത് ശുദ്ധജലം കുടിക്കാനോ ഇതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. ഈ ശീതീകരിച്ച വലിയ സംവിധാനം ഒരുക്കിക്കൊണ്ട് ഊരാളുകളിൽ രാസമാക്കി കൊടുക്കാൻ വേണ്ടി ഇത്രയും തെമ്മാടിത്തരം ചെയ്തത്. അപ്പൊ ഇതൊന്നും ശരിക്ക് ഒരു ഭരണത്തിലിരിക്കുന്നവർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇത്തരത്തിൽ ഇവർ ഏതെങ്കിലും ഇപ്പൊ വഖഫ് ബോർഡിന്റെ പൈസ എടുത്തുകൊണ്ട് സർക്കാരിന് തീരുമാനിക്കാൻ കഴിയും ഒന്നിട്ട് നടത്താന്നുള്ളത്. ഇപ്പൊ ഇഷ്ടംപോലെ മറ്റേ ഹജ്ജ് ക്യാമ്പുകൾ മറ്റൊക്കെ നടത്തുന്നു. ഈ വഖഫ് ബോർഡിന്റെ പണം എടുത്തുകൊണ്ട് മന്ത്രിമാർക്ക് ആളാവാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി നടത്താൻ അവർക്ക് സാധിക്കുമോ? കാരണം എന്തുകൊണ്ടാണ്? ആ സമാജം വളരെ വിജിലന്റ് ആണ്. അവരുടെ പണം അന്യായമായി ചെലവഴിക്കരുത് എന്നതിൽ അവർ വിജിലന്റ് ആണെന്നുള്ളത് തന്നെ വഖഫ് ബോർഡിന്റെ പണം എടുത്ത് ഇവർക്ക് ദൂർത്തടിക്കാൻ സാധിക്കില്ല. പക്ഷെ ദേവസ്വം ബോർഡിന്റെ പണം എടുത്തുകൊണ്ട് PR വർക്ക് നടത്താനും മന്ത്രിമാർക്ക് ആളാവാനും പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാനും വേണ്ടി ചെയ്യുമ്പോൾ അത് ഹൈന്ദവ സമൂഹത്തിന്റെ ഗതികേടായിട്ടോ അല്ലെങ്കിൽ കഴിവുകേടായിട്ടോ സമാജം വിലയിരുത്തുള്ളൂ. അപ്പൊ ഹൈന്ദവ സമാജം ജാഗ്രതയോടുകൂടി ഈ കൊള്ളയുടെയൊക്കെ പ്രത്യേകിച്ച് ഈ കൊള്ളയുടെയൊക്കെ പശ്ചാത്തലത്തിൽ അയ്യപ്പനും എടുത്തു എന്നുള്ളത് കൊണ്ടാണ് ആ അയ്യപ്പ സംഗമമുള്ളപ്പോൾ ഇതൊക്കെ പുറത്തു വരാൻ കാരണമാക്കിയത്. അപ്പൊ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അവർ ചെയ്തത് എന്നതുകൊണ്ട് തന്നെയാണ് തുടർന്ന് ഇപ്പോൾ ഇവരെല്ലാം പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ചെലവഴിച്ച പണം അതിന്റെ പലിശയോടുകൂടി ഇത്രയും മാസത്തെ പലിശയോടുകൂടി ദേവസ്വത്തിലേക്ക് വ്യക്തിപരമായി തന്നെ ഇതിൽ നിന്ന് തിരിച്ചടപ്പിക്കാനുള്ള സംവിധാനമുണ്ട്. ടീച്ചർ, ഇതിൽ ചില കണക്കുകൾ ഞാനൊന്ന് വളരെ പെട്ടെന്ന് വായിക്കാം. ഒന്ന്, ഈ ഈവന്റ് മാനേജ്മെന്റിന് വേണ്ടി ഏതാണ്ട് 1.5 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നതായി പറയുന്നു. അതോടൊപ്പം തന്നെ PR വർക്കിന് വേണ്ടിയിട്ട് 25 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുകയാണ്. അതിഥികളെ സ്വീകരിക്കാനും മറ്റുമായി 50 ലക്ഷം രൂപ ചെലവഴിച്ചിരിക്കുന്നു. അപ്പോൾ വളരെ രസകരമാണ് ഈ കണക്കുകളൊക്കെ ഒന്ന് വായിക്കുമ്പോൾ. മാത്രമല്ല, ഇതെല്ലാം ചെയ്തിട്ടും മുഖ്യമന്ത്രി ഉൾപ്പെടെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അവിടെ ഇരുന്ന് മുഴുവൻ ആളുകളും ഉറങ്ങുകയുമായിരുന്നു. മുഴുവൻ ആളുകൾ ഉറങ്ങാൻ ഇത്തിരിയൊക്കെ ആളുണ്ടായുള്ളൂ. ഇവര് വിചാരിച്ച ആളുടെ 10-1 പോലും കൊണ്ട് എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ നാളെ മുതൽ മുതൽ അവിടേക്ക് ഒഴുകി വരുന്ന ജനലക്ഷങ്ങളെ ഇവർ കാണട്ടെ. അത് ഭക്തി എന്ന ഒറ്റ വികാരം കൊണ്ടാണ് അവരെത്തുന്നത്. അതാരും ക്ഷണിച്ചിട്ട് ഇവർ ചെല്ലുമ്പോൾ വെൽക്കം ചെയ്യാൻ കിറ്റ് കൊടുത്തിട്ട് വെൽക്കം കിറ്റ് കൊടുത്തിട്ട് ഒന്നും അല്ല എത്തുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയില് ഇത് കാണിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അയ്യപ്പ ഭക്തർ അവിടെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന സൗകര്യം ചെയ്തു കൊടുത്താൽ അപ്പോഴല്ലേ ഇവർ എന്നേക്ക് ഓർക്കുക. അപ്പൊ ഇതിന് മറ്റെന്തോ ഈ നമ്മളീ പറയുന്നൊന്നല്ലാതെ എന്തോ ഒരു ദുരുദ്ദേശം അതിന്റെ പുറത്തുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ഇത് പക്ഷെ ഈ കാണിച്ചതിന്റെയൊക്കെ കമ്മീഷൻ CPM പറ്റിയിട്ടുണ്ടാകും, വ്യക്തികൾ പറ്റിയിട്ടുണ്ടാവും. ഈ ഈവന്റ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ മറ്റേതൊക്കെ ഇടവാക്കിയതിന്റെ ഒക്കെ നിശ്ചിത ശതമാനം അവരെടുത്തിട്ടുണ്ടാവും.
അപ്പോൾ ദേവസ്വം ബോർഡിന്റെ പണം ഇല്ലാതാക്കി ഇനി വരുന്ന അയ്യപ്പ ഭക്തർക്ക് തീർത്ഥാടന കാലം ബുദ്ധിമുട്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തതായിരിക്കാം ഒരു പക്ഷേ. കാരണം അയ്യപ്പ ഭക്തരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നതിൽ അവർ ഗവേഷണം നടത്തിയതുകൊണ്ടാണല്ലോ 2018-19 കാലഘട്ടങ്ങളിൽ അയ്യപ്പന്മാർക്ക് കണ്ണീരോടുകൂടി ദർശനം നടത്തേണ്ടുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പൊ അയ്യപ്പന്മാരെ വിഷമിക്കാൻ, അവർക്ക് കുടിവെള്ളം പോലും കിട്ടാതാക്കാൻ ദേവസ്വം ബോർഡിന്റെ ഫണ്ട് പൂർണ്ണമായി ഇത്തരത്തിൽ ദുഷ്ചെലവ് നടത്തുക എന്നൊരു ദുഷ്ട ഉദ്ദേശം കൂടി ഇതിന്റെ പുറകിലുണ്ടായിരിക്കും എന്നുറപ്പാണ്. അപ്പോ ഇത് അംഗീകരിച്ചു കൊടുക്കാതെ തിരിച്ചു പിടിക്കാനുള്ള സംവിധാനമാണ് നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്.